ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആര്യൻ അവിചാരിതമായാണ് പൂജയെ റിസോർട്ടിൽ വെച്ച് കണ്ടത്. പക്ഷെ പൂജയ്ക്ക് അതൊരു വലിയ ഭാഗ്യമായി. ഒരു പെണ്ണുപിടിയുടെ അടുത്ത് നിന്നും രക്ഷപ്പെടുക മാത്രമല്ല, അവളുടെ ഇവന്റിന് നല്ലൊരു സ്പോൺസറെ കൂടെയാണ് കിട്ടിയത്. പക്ഷേ ആര്യനാണ് സ്പോൺസർ എന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. ആ റിസോർട്ടിന്റെ ആൾക്കാരാണ് സ്പോൺസേഴ്സ് എന്നാണ് അവൾ മനസ്സിലാക്കിയത്. പൂജ ആര്യന്റെ കൂടെ ഹോസ്റ്റലിലേക്ക് പോവാൻ ഇറങ്ങി. കാറിൽ കയറി അവൾ ആര്യനോട് ചോദിച്ചു, ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല ആര്യൻ, നീ പറഞ്ഞപ്പോഴേക്കും എങ്ങനെ അവർ ഇത്ര വലിയൊരു സ്പോൺസർഷിപ്പ് ചെയ്തത്? നിന്റെ ഫ്രണ്ടിന്റെ ആണോ അത്? അത് കേട്ട ആര്യൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഫ്രണ്ടിന്റെ അല്ല, എന്റെയാണ് ആ റിസോർട്ട്. പൂജ വിശ്വസിക്കാനാവാതെ വാ തുറന്നുപോയി. നീ സീരിയസ് ആയി പറഞ്ഞാണോ? കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റോയൽ റിസോർട്ടാണിത്. അയാളെന്നോട് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നത് തന്നെ ഈ റിസോർട്ട് ഒന്ന് കാണാലോ എന്ന് കരുതി കൂടിയാ. എന്നിട്ട് ഈ റിസോർട്ടിന്റെ ഓണർ നീയാണെന്നോ? ആര്യന് അവളുടെ സംസാരം കേട്ട് ചിരി വന്നു. നിനക്കിനിയും സംശയമുണ്ടോ? ഇനി മുതൽ നിനക്ക് മറ്റാരെങ്കിലും ക്ഷണിച്ചിട്ട് വേണ്ട ഇവിടേക്ക് വരാൻ. നീ എന്റെ ഫ്രണ്ടാണ്, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം. പൂജയ്ക്ക് വളരെ സന്തോഷം തോന്നി. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു, ഞാൻ സ്വപ്നം കാണുകയാണോ എന്നാണ് എന്റെ സംശയം. നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് പണക്കാരനായി? എല്ലാം ഒരു കെട്ടുകഥ പോലെ തോന്നുന്നു. പിന്നെ നീ ഞങ്ങളുടെ പരിസ്ഥിതി ക്യാമ്പിൽ ചേരുന്നോ? അതിനെന്താ, എന്തായാലും ഈ വെക്കേഷന് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവും എന്ന് തോന്നുന്നുണ്ട്. പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയക്കേ. ആര്യന്റെ വാക്കുകൾ പൂജയെ വീണ്ടും സന്തോഷത്തിലാക്കി. എന്തായാലും അയക്കാം. ആ ക്യാമ്പ് നിനക്ക് തീർച്ചയായും ഇഷ്ടാവും. ഹോസ്റ്റലിൽ എത്തുന്നവരെ അവർ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അവസാനം ആര്യൻ അവളെ ഹോസ്റ്റലിലാക്കി തിരിച്ച് അവന്റെ ഹോസ്റ്റലിലേക്ക് പോയി. അവൻ സ്വന്തം റൂമിലേക്ക് കയറിയതും പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരാൾ അവന്റെ ദേഹത്തേക്ക് ചാടിക്കയറി. ആര്യൻ ആളറിയാതെ പെട്ടെന്ന് അവനെ തട്ടിമാറ്റി. നീരവ് നേരെ നിലത്തേക്ക് വീണു. എന്നിട്ട് വേദനയോടെ പറഞ്ഞു, ഔഫ്, നിനക്കെന്താ പ്രാന്താണോ? എന്റെ ഊര പൊട്ടിയല്ലോ. നിനക്കൊരു സർപ്രൈസ് ഹഗ് തരാന്ന് വിചാരിച്ചതാ. ആദ്യത്തെ ഷോക്ക് മാറിയപ്പോൾ ആര്യൻ അവനെ കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണോടാ ഒരാളെ ഹഗ് ചെയ്യുന്നത്? എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പ്രണവും ശരത്തും അപ്പോൾ അവിടെ എത്തി. പ്രണവ് പറഞ്ഞു, ഡാ, നീയൊരു സംഭവം തന്നെയാണല്ലോ. ആ ഫാഷൻ കോമ്പറ്റീഷന്റെ ലൈവ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നടന്നതെല്ലാം വിശ്വസിക്കാനാവാത്തതാണ്. എന്തായാലും അവസാനം നിങ്ങൾ വിജയിച്ചല്ലോ. 3 പേരും അതിന്റെ വിശേഷങ്ങളൊക്കെ ആര്യനോട് ചോദിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ നീരവ് ചോദിച്ചു, അല്ലടാ, ഞാൻ നേരത്തെ പുറത്തേക്ക് നോക്കിയപ്പോ ഗേൾസ് ഹോസ്റ്റലിന്റെ അവിടെ നീ പൂജയെ ഇറക്കി കൊടുക്കുന്നത് കണ്ടല്ലോ. അവളെ നീ എവിടുന്നാ കണ്ടത്? നീരവിന് പൂജയുടെ കാര്യത്തിലുള്ള ശ്രദ്ധ കണ്ടപ്പോൾ ആര്യന് ചിരി വന്നു. അവൻ നീരവിനോടെല്ലാം പറഞ്ഞു. എങ്ങനെയാണ് അവർ റിസോർട്ടിൽ വെച്ച് കണ്ടതെന്നും എന്താണ് അവിടെ സംഭവിച്ചതെന്നും എല്ലാം. അത് കേട്ട നീരവ് സന്തോഷത്തോടെ ആര്യനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ശരത് ഒരു കള്ള ചിരിയോടെ പറഞ്ഞു, പിന്നെ ട്രോഫിയൊക്കെ കിട്ടിയതിനു ശേഷം നീയും ജാൻവിയും കൂടെയുള്ള ഒരു റോമിയോ ജൂലിയറ്റ് സീൻ കണ്ടല്ലോ. ആദ്യം ആര്യൻ ഒന്ന് അത്ഭുതപ്പെട്ടെങ്കിലും പിന്നീട് ജാൻവി ട്രോഫി കിട്ടിയതിനു ശേഷം തന്നെ കിസ് ചെയ്തതാവും ശരത് ഉദ്ദേശിച്ചതെന്ന് ആര്യന് മനസ്സിലായി. ക്യാമറ കണ്ണുകൾ അതും വ്യക്തമായി ഒപ്പിയെടുത്തത് അപ്പോൾ അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ആര്യൻ വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോൾ ശരത് തുടർന്നു, ബ്രോ, നിനക്കൊക്കെ അങ്ങനെ പെണ്ണ് സെറ്റായി, ഇനി ഞങ്ങൾക്കൊക്കെ എന്നാണോ ആവോ? അത് കേട്ട് പ്രണവ് പറഞ്ഞു, ആദ്യം നീയും പോയി അതുപോലെ വലിയൊരു റിസോർട്ട് സ്വന്തമാക്ക്. അവിടെ ഒരുപാട് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. കോളേജിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും അവരിലൊന്നെങ്കിലും നിനക്ക് വീഴാതിരിക്കില്ല. അത് കേട്ട ആര്യൻ അവരെ ചീത്ത പറഞ്ഞു. മണ്ടത്തരം പറയാതെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തതല്ല. എന്റെ ജോലിക്കാരെയൊന്നും ഞാൻ ഒരിക്കലും അങ്ങനെ കാണില്ല. ആര്യൻ ഇപ്പോൾ അവരുടെ ഫ്രണ്ട് മാത്രമല്ല, കോടിക്കണക്കിന് ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഓണർ കൂടെയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവൻ ദേഷ്യപ്പെട്ടപ്പോൾ
അവർ പേടികൊണ്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല. എല്ലാവരും കുറച്ചു സമയം മിണ്ടാതെ നിന്നപ്പോൾ നീരവ് പെട്ടെന്ന് പറഞ്ഞു, ഡാ, മത്സരം നടന്നുകൊണ്ടിരുന്നപ്പോ ഞങ്ങളെല്ലാം ശരിക്കും പേടിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. അർജുന്റെ ആളാണ് ജയിച്ചതെന്ന് അനൗൺസ് ചെയ്തപ്പോ എല്ലാം നിന്റെ കൈവിട്ടു പോയെന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷേ പിന്നീട് അവിടെ നടന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ ഞങ്ങളെല്ലാം കുറെ ചിരിച്ചു. അപ്പോഴത്തെ അർജുന്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ആര്യനും അതാലോചിച്ച് ചിരിച്ചു. അതെ, ഇപ്പോഴും ലഞ്ച് ടൈമല്ലേ ആയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ക്ലാസ് ഇല്ലേ? നമുക്ക് പോയാലോ? കുറെ ആയില്ലേ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട്. ഇത് കേട്ട നീരവ് ആര്യനെ നോക്കി പറഞ്ഞു, നീ എന്തിനാ ഇനി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്? നിനക്കിനി വീട്ടിൽ വെറുതെ ഇരുന്നാൽ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. ഞങ്ങളൊക്കെയാണ് ഇനിയും പഠിക്കേണ്ടത്. നീരവ് പറഞ്ഞ സത്യമാണെന്ന് ആര്യൻ അറിയാമായിരുന്നു. ഇനി കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവൻ കോളേജിലേക്ക് വരുന്നത് വെറുതെ ഡിഗ്രി എടുക്കാൻ മാത്രമായിരുന്നില്ല. പഠിക്കണമെന്ന ആഗ്രഹം അവന്റെ ഉള്ളിൽ ശരിക്കും ഉണ്ടായിരുന്നു. നീരവിന്റെ കമന്റുകളൊന്നും ശ്രദ്ധിക്കാതെ ആര്യൻ ബുക്ക് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, വാ നമുക്ക് പോവാം. അവർ 4 പേരും കൂടെ ക്ലാസ്സിലേക്ക് നടന്നു. അതുവരെ ശബ്ദമുഖരിതമായിരുന്ന ക്ലാസ് റൂം ആര്യൻ ചെന്നതും പൂർണ്ണമായും നിശബ്ദമായി. ആര്യൻ ആ ലക്ഷറി കാറിൽ കോളേജിലേക്ക് വന്നത് മുതൽ അവനൊരു കോടിപതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. സ്റ്റുഡൻസ് എല്ലാവരും പരസ്പരം മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. ഒരുത്തൻ പറഞ്ഞു, നീ ഇന്നലെ ആ ഫാഷൻ കോമ്പറ്റീഷന്റെ ലൈവ് ടെലികാസ്റ്റ് കണ്ടോ? ആവ്, പൊളി! ആ അർജുനെ ഇവൻ നിലംപരിച്ചാക്കി കളഞ്ഞില്ലേ? അപ്പോൾ മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, ഹോ, ആ ജാൻവിയുടെ ഒരു ഭാഗ്യം, ഇതുപോലൊരുത്തനെ കിട്ടിയില്ലേ? അത് ശരിയാ, ജയിച്ച ശേഷമുള്ള കിസ്സിങ് ശരിക്കും പൊളിച്ചു. ഒരു പെൺകുട്ടിക്ക് അതായിരുന്നു ഒന്നുകൂടി ഇഷ്ടമായത്. ഇതൊക്കെ കേട്ട വേറൊരു കുട്ടി പറഞ്ഞു, സത്യത്തിൽ ആ മത്സരം ജയിക്കാൻ ആര്യൻ തന്നെ മതിയായിരുന്നു. ജാൻവിക്ക് ടാലന്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതുകൊണ്ടൊന്നുമല്ല, പണം ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കും. അവളുടെ അസൂയയോടെയുള്ള പറച്ചിൽ കേട്ട വേറൊരാൾ പറഞ്ഞു, എന്തായാലും ആ അന്ന ഇപ്പൊ ഇതെല്ലാം കണ്ട് ഉറക്കെ പൊട്ടിക്കരയുന്നുണ്ടാവും. ആര്യൻ അവളെ ആത്മാർത്ഥമായാണ് പ്രണയിച്ചിരുന്നത്. എന്നാൽ അവളവനെ തട്ടിക്കളഞ്ഞു. അതിൽ അവളിപ്പോ ഖേദിക്കുന്നുണ്ടാവും. അവളിപ്പോ കോളേജിലേക്ക് തന്നെ വരാറില്ല. ക്ലാസ്സിലെ എല്ലാവരും ആര്യന്റെ സമ്പത്തിനെ കുറിച്ചും പ്രണയത്തെക്കുറിച്ചും എല്ലാമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൻ ക്ലാസ്സിൽ കയറി സീറ്റിലേക്ക് ഇരുന്നതും ഒരു പെൺകുട്ടി വേഗം തന്നെ അവനോട് പറഞ്ഞു, ആര്യൻ, എന്റെ കൂടെ ഇരിക്കെ. നിനക്ക് വേണ്ടിയാണ് ഈ സീറ്റ് ഞാൻ ആർക്കും കൊടുക്കാതെ ഒഴിച്ചിട്ടിരിക്കുന്നത്. ആര്യൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, ആര്യൻ, ഞാൻ നിനക്ക് വേണ്ടി വീട്ടിൽ നിന്നും എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ. വേഗം ഇങ്ങോട്ടിരിക്കെ. അതിനിടയിൽ വേറൊരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വന്ന് കൊഞ്ചലോടെ പറഞ്ഞു, നീ എന്തിനാടാ ഇവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നത്? എന്നെ പോലൊരു സെക്സി ഗേളാണ് നിനക്ക് ഏറ്റവും മാച്ച്. എല്ലാവരും ഈ പെൺകുട്ടികളുടെ സംസാരം കേട്ട് അത്ഭുതപ്പെട്ടു നിന്നു. മുമ്പ് ആര്യൻ ഒരു ദരിദ്രനായിരുന്നപ്പോൾ ഇവരാരും അവനെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. ഇപ്പോൾ അവന്റെ കയ്യിൽ പണമുണ്ടായപ്പോൾ തേനീച്ചക്കൂട്ടം പോലെ എല്ലാവരും അവനെ പൊതിയുന്നു. എന്നാൽ ആര്യൻ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ പതിവ് പോലെ നീരവന്റെ അടുത്തേക്ക് തന്നെ ചെന്ന് അവിടെ ഇരുന്നു. അപ്പോൾ തന്നെ ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലടിച്ചു. ക്ലാസ്സിലേക്ക് പ്രൊഫസർ വരുന്നതിന് പകരം പ്രിൻസിപ്പലായിരുന്നു കടന്നു വന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ അഡ്മിഷൻ ഉണ്ട്. ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് ഈ സമയത്ത് അഡ്മിഷൻ എടുത്തത്. അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. അയാൾ പറഞ്ഞു തീർത്തതും ഒരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് വന്നു. അവളെ കണ്ട എല്ലാവരുടെയും കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ആ പെൺകുട്ടി. വെള്ളമുത്തുകൾ പോലെ തിളങ്ങുന്നതായിരുന്നു അവളുടെ ശരീരം. അവളുടെ അരയ്ക്കൊപ്പമുള്ള മുടി പോണിടെയിൽ കെട്ടിയിട്ടുണ്ട്. അവളുടെ വിടർന്ന കണ്ണിനനുസരിച്ചുള്ള മനോഹരമായ പുരികവും വരച്ചു വെച്ച പോലുള്ള ചുണ്ടുകളുമെല്ലാം അവളെ ശരിക്കും ദേവതയെ പോലെ തോന്നിച്ചു. അവളെക്കുറിച്ച് എത്ര പുകഴ്ത്തിയാലും മതിയാവാത്ത അത്രയ്ക്കും സുന്ദരിയായിരുന്നു. അവൾ ക്ലാസ്സിലേക്ക് കടന്നതും എല്ലാവരും ഒരുമിച്ച് അവളെ കൈയടിച്ച് വരവേറ്റു. അവരാദ്യമായിട്ടായിരുന്നു ഇത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുന്നത്. പക്ഷെ സുന്ദരിയാണെങ്കിലും അവളുടെ മുഖത്ത് ഒരുതരം നിർവികാരതയായിരുന്നു ഉണ്ടായിരുന്നത്.
പ്രിൻസിപ്പാൾ അവളെ നോക്കി പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അത് കേട്ട അവൾ മുൻപോട്ട് വന്നു. അവൾ ബ്ലാക്ക് പാന്റും വൈറ്റ് ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. പക്ഷേ അവളുടെ ശബ്ദം വളരെ തണുത്തുറഞ്ഞതായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവുമില്ലാതെ അവൾ പതുക്കെ പറഞ്ഞു, ഹലോ എവരിവൺ, ഐ ആം മാഗി ഫെർണാണ്ടസ്. അവൾ പേര് പറഞ്ഞതും ക്ലാസ്സിൽ കൂട്ടച്ചിരി ഉയർന്നു. മാഗി നൂഡിൽസ് ആണോ മോളെ? 3 മിനിറ്റ് മതിയല്ലോ കുക്കാക്കിയെടുക്കാൻ. എല്ലാവരും അവളെ കളിയാക്കിക്കൊണ്ട് ഓരോന്ന് പറയാൻ തുടങ്ങി. എന്നാൽ അതൊന്നും കേട്ടിട്ടും അവൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. പ്രിൻസിപ്പാൾ ക്ലാസ്സിലെ എല്ലാവരെയും വഴക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ബിഹേവ് യുവർ സെൽഫ്, ഷീ ഈസ് യുവർ ന്യൂ ക്ലാസ്മേറ്റ്. ഇങ്ങനെയാണോ ഒരാൾ ആദ്യമായി ക്ലാസ്സിലേക്ക് വരുമ്പോ പെരുമാറേണ്ടത്? പ്രിൻസിപ്പാൾ മാഗിയോട് സീറ്റിലേക്ക് ഇരിക്കാൻ പറഞ്ഞ് അവിടെ നിന്നും പോയി. മാഗി എവിടെ ഇരിക്കുമെന്ന രീതിയിൽ ചുറ്റും നോക്കി. ക്ലാസ്സിലെ ആൺകുട്ടികൾ മുഴുവൻ അവൾക്ക് സീറ്റ് കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു. എന്നാൽ അവൾ അവരെ ആരെയും ശ്രദ്ധിക്കാതെ മുൻപോട്ട് നടന്നു. അവൾ പിറകിലേക്ക് വരുന്നത് കണ്ട പ്രണവും ശരത്തും എല്ലാം ആവേശത്തിലായി. അവർ പരസ്പരം തള്ളിക്കൊണ്ട് പറഞ്ഞു, അവൾ എന്റെ അടുത്താവും ഇരിക്കുക, നോക്കിക്കോ. എന്നാൽ മാഗി അവരെ രണ്ടുപേരെയും ഒഴിവാക്കിക്കൊണ്ട് നീരവിന്റെയും ആര്യന്റെയും നേർക്ക് നടന്നു. നീരവാണ് ഏറ്റവും അറ്റത്ത് എന്നതുകൊണ്ട് തന്നെ അവന്റെ അടുത്തിരിക്കാനാണ് അവൾ പോകുന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ മാഗി നീരവന്റെ അടുത്തെത്തി ഗൗരവത്തോടെ പറഞ്ഞു, ഇവിടുന്ന് എഴുന്നേക്ക്, ഈ സീറ്റ് എനിക്ക് വേണം. അവരുടെ അധികാരത്തോടെയുള്ള സംസാരം കേട്ട നീരവ് ഞെട്ടിപ്പോയി. എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നീ ആരാ? ഞാൻ മാറില്ല. ഇങ്ങനെയൊക്കെ പറയണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവളുടെ സുന്ദരമായ മുഖത്ത് നോക്കി ഒന്നും പറയാൻ അവന് തോന്നിയില്ല. നീരവ് മെല്ലെ അവിടുന്ന് എഴുന്നേറ്റ് മാറിക്കൊടുത്തു. എന്നാൽ അവൾ നീരവിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് കേട്ട ആര്യന് നല്ല ദേഷ്യം വന്നിരുന്നു. അവനെ ഇൻസൾട്ട് ചെയ്തത് ആര്യന് സഹിച്ചില്ല. എന്നാൽ അവൾ എന്തിനാണ് മറ്റുള്ളവരെ എല്ലാം തഴഞ്ഞ് ഇവർ തന്നെ ഇരിക്കണമെന്ന് വാശി പിടിച്ചതെന്ന് ആര്യന് മനസ്സിലായില്ല. അവളുടെ മുഖത്ത് അപ്പോഴും ഒരുതരം ഗൗരവമായിരുന്നു ഉണ്ടായിരുന്നത്. നീരവ് എഴുന്നേറ്റ് പോയപ്പോൾ അവൾ ആര്യന്റെ തൊട്ടടുത്തിരുന്നു. എന്നിട്ട് ആരും കാണാതെ അവന്റെ നേർക്ക് ഒരു പേപ്പർ കഷ്ണം നീട്ടി. സർ, ഞാൻ നിങ്ങളുടെ പുതിയ ബോഡി ഗാർഡാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് വായിച്ച ആര്യൻ അത്ഭുതപ്പെട്ടു. ഇവിടെ എന്റെ ബോഡി ഗാർഡോ? ആരാവും ഇവിടെ അയച്ചതെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കെ അവന്റെ ഫോണിൽ വിശ്വനാഥന്റെ ഒരു മെസ്സേജ് വന്നു. ഞാൻ നിനക്ക് വേണ്ടി ഒരു ബോഡി ഗാർഡിനെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അവൾ കമാൻഡോ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതാണ്. അവൾ ആയുധ പരിശീലനത്തിലും കരാട്ടെ പരിശീലനത്തിലുമെല്ലാം മികവ് തെളിയിച്ചവളാണ്. കോളേജിൽ വെച്ച് തന്നെ ആരെങ്കിലും ആക്രമിക്കുമോ എന്ന പേടി കൊണ്ടാണ് അങ്കിൾ ഒരു ബോഡി ഗാർഡിനെ ഇവിടുത്തെ സ്റ്റുഡന്റായി ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് ആര്യന് മനസ്സിലായി. അങ്കിൾ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ അത് തട്ടിക്കളയാനായില്ല. തനിക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അങ്കിൾ സമ്മതിക്കില്ലെന്ന് അവനും അറിയാമായിരുന്നു. അവൻ ഫോൺ എടുത്തു വെച്ച് അവളോട് മെല്ലെ പറഞ്ഞു, കാര്യമൊക്കെ ശരി, പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇവിടെയുള്ള എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരരുത്. അതുപോലെ എന്നിൽ നിന്നും ഒരകലം പാലിച്ചു നിൽക്കണം. മാഗിയെല്ലാം തലകുലുക്കി സമ്മതിച്ചു. എല്ലാം സാറ് പറഞ്ഞതുപോലെ. എന്നാൽ ഇതൊന്നും അറിയാത്ത ക്ലാസ്സിലെ എല്ലാവരും അവളെ അത്ഭുതത്തോടെ അപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആര്യനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടാണ് ഇവൾ വന്നിട്ടുള്ളതെന്ന് എല്ലാവരും ചിന്തിച്ചു. അവനെ എങ്ങനെയെങ്കിലും വലയിൽ വീഴ്ത്താനാവും അവൾ അവന്റെ കൂടെ ഇരിക്കുന്നത് എന്നവർ തമ്മിൽ പറഞ്ഞു. വന്നിരുന്നതും അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നത് കണ്ട നീരവിന് പോലും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവനും ആകെ കൺഫ്യൂഷനായി നിന്നു. അതേസമയം വിശ്വനാഥൻ ആര്യന് വേണ്ടി വീണ്ടും ചില പ്രധാനപ്പെട്ട സെക്യൂരിറ്റി അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് കോളേജ് ക്യാന്റീനിൽ വെച്ച് നടന്ന അടി കാരണമാവും ഇതെല്ലാം എന്നാണ് ആര്യൻ ചിന്തിച്ചത്. പക്ഷേ കാര്യങ്ങൾ അവൻ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു. മാഗി അപ്പോഴും മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചതേയില്ല. അവൾ അവന്റെ കൂടെ തന്നെ സദാസമയവും നടന്നു. അവൾ അവളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുകയായിരുന്നു. ആര്യന്റെ സെക്യൂരിറ്റിക്ക് മാത്രമായിരുന്നു അവൾ പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്നാൽ ആര്യന് ഇത് വളരെ അസ്വസ്ഥതയുണ്ടാക്കി. അവൻ എവിടെ പോയാലും മാഗി അവനെ ഫോളോ ചെയ്തു വരും.
ക്യാൻറ്റീനിലേക്ക് എന്തെങ്കിലും കഴിക്കാൻ പോയാൽ പോലും അവൾ കൂടെ ഉണ്ടാവും. അവസാനം ആര്യൻ ദേഷ്യത്തോടെ മാഗിയോട് പറഞ്ഞു, നീ എന്തിനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ ഒട്ടി നടക്കുന്നത്? ഇത് വെറും കോളേജ് ക്യാൻറ്റീനാണ്. ഇവിടെ എന്ത് സംഭവിക്കാൻ? നീ കുറച്ച് മാറുന്നേ. അത് കേട്ട മാഗി തല താഴ്ത്തിക്കൊണ്ട് മെല്ലെ പറഞ്ഞു, ഓക്കെ സാർ. അവൾ ആര്യന്റെ 3 ടേബിൾ അപ്പുറം മാറിയിരുന്നു. എന്നാൽ അവൾ എപ്പോഴും ചുറ്റും നോക്കി അലർട്ടായിരുന്നു. എന്നാൽ ആര്യൻ ബർഗർ വാങ്ങി സീറ്റിലേക്ക് ഇരിക്കാൻ വന്നപ്പോൾ മാഗിയെ കണ്ട ആര്യന് കുറ്റബോധം തോന്നി. ഒന്നുമില്ലെങ്കിലും തന്റെ സെക്യൂരിറ്റിയായി വന്നതല്ലേ. അവളോട് ദേഷ്യപ്പെടേണ്ടിയില്ലെന്ന് ആര്യന് തോന്നി. അവൻ മറ്റൊരു ബർഗർ എടുത്ത് മാഗി ഇരുന്ന ടേബിളിലേക്ക് നടന്നു. ക്യാൻറ്റീനിലുള്ള എല്ലാവരും അവളുടെ ഭംഗി കണ്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ആര്യനെ അസൂയയോടെ നോക്കി. അവരെല്ലാം അവളോട് ഒരുപാട് അടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ആരോടും ഒന്നും സംസാരിക്കാൻ പോയിരുന്നില്ല. പക്ഷേ ആര്യനോട് മാത്രം അവൾ വളരെ വിനയത്തോടെയാണ് ഇടപെടുന്നത്. മാഗിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട ആര്യൻ പറഞ്ഞു, ഒന്ന് റിലാക്സ് ആവ്, എന്നിട്ട് ഈ ബർഗർ കഴിക്കി. ആ നേരം കൊണ്ടൊന്നും എന്നെ ആരും ഒന്നും ചെയ്യില്ല. അപ്പോഴും അവിടെയുള്ള എല്ലാവരും അവരെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരുത്തൻ പറഞ്ഞു, ആ ആര്യന്റെ ഒരു ഭാഗ്യം, നമ്മുടെ കോളേജ് ബ്യൂട്ടി ക്യൂൻ ജാൻവിയെയും അവൻ തന്നെയാണ് വളച്ചത്. ഇപ്പൊ മറ്റൊരു സുന്ദരി വന്നപ്പോ അതും അവന് തന്നെ. ഇത് കേട്ട മറ്റൊരുത്തൻ പറഞ്ഞു, പണമാണ് മോനെ എല്ലാറ്റിലും വലുത്. അപ്പോൾ തന്നെ വേറെ ഒരു പെൺകുട്ടി പറഞ്ഞു, ഓ നോക്ക് നോക്ക്, ജാൻവിയല്ലേ ആ വരുന്നത്. ദേഷ്യത്തോടെയാണല്ലോ അവളുടെ നോട്ടം. ഇനിയാണ് ശരിക്കും കളി തുടങ്ങുന്നത്. എല്ലാം കൂടെ ഇപ്പൊ പൊട്ടിത്തെറിക്കുന്നത് കാണാം. ആര്യൻ എപ്പോഴും മാഗിയെ ചിരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഇത് കണ്ട ജാൻവി അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു. ജാൻവി എങ്ങനെയാവും പ്രതികരിക്കുക? 31. ആര്യന്റെ സുരക്ഷയ്ക്കാണ് വിശ്വനാഥൻ മാഗി എന്ന പെൺകുട്ടിയെ ആര്യന്റെ ബോഡി ഗാർഡായി അയച്ചത്. എന്നാൽ ക്യാൻറ്റീനിൽ ആര്യനും മാഗിയും ഇരിക്കുന്നത് കണ്ട ആളുകൾ പരസ്പരം ഓരോന്ന് പറയാൻ തുടങ്ങി. ഒരുത്തൻ പറഞ്ഞു, എടാ അവന്റെയൊക്കെ ഒരു ടൈം, എന്താ അവനിപ്പ ഇല്ലാത്തത്? ഭാഗ്യവാൻ. അത് കേട്ട മറ്റൊരുത്തൻ അസൂയയോടെ പറഞ്ഞു, അവന് പക്ഷേ ഒട്ടും അന്തസ്സില്ല. നീ ആ ഫാഷൻ കോമ്പറ്റീഷൻ ലൈവ് ടെലികാസ്റ്റ് കണ്ടിരുന്നോ? നിനക്കെന്താ തോന്നിയേ? ആ ജാൻവിക്ക് വേണ്ടിയല്ലേ അവൻ അർജുനോട് അവിടെ കിടന്ന് അടിയുണ്ടാക്കിയത്? അപ്പോൾ വേറൊരുത്തൻ പറഞ്ഞു, അങ്ങോട്ട് നോക്ക്, ജാൻവിയല്ലേ ആ വരുന്നത്. അവളുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. ഇനി കാര്യങ്ങളൊന്ന് കൊഴുക്കും. എന്നാൽ ആര്യൻ ഇവര് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവനൊന്നിനും മറുപടി പറഞ്ഞില്ല. അതൊന്നും അവനെ ബാധിക്കുന്നതായേ തോന്നിയില്ല. മാഗി അവന്റെ വെറും ബോഡി ഗാർഡ് മാത്രമാണെന്ന ബോധം അവന്റെ മനസ്സിൽ വ്യക്തമായി ഉണ്ടായിരുന്നു. പക്ഷേ അവനതൊന്നും ആരോടും വിശദീകരിക്കാൻ പറ്റില്ലായിരുന്നു. ജാൻവി അങ്ങോട്ടേക്ക് വരുന്നത് ആര്യനും കണ്ടിട്ടുണ്ടായിരുന്നു. അവനെ മാഗിയുടെ കൂടെ കണ്ടതിലുള്ള ദേഷ്യം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ജാൻവി ഒരു പിങ്ക് കളർ ഫ്ലോറൽ ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. അതിലവൾ വളരെ സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അവൾ നേരെ ആര്യൻ ഇരിക്കുന്ന ടേബിളിലേക്കാണ് വന്നത്. അവൾ അടുത്തെത്തിയതും ആര്യൻ പെട്ടെന്ന് പറഞ്ഞു, ഹലോ ജാൻവി, നീ ഇന്ന് വളരെ സുന്ദരിയായിരിക്കുന്നല്ലോ. ജാൻവി മാഗിയുടെ പിറകിലാണ് വന്നിരുന്നത്. അവൾ മാഗിയുടെ മുഖം കണ്ടിരുന്നില്ല. ജാൻവി മുമ്പോട്ട് വന്ന് അവളെ കണ്ടതും ഒരു നിമിഷം അവൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. ഇത്രയ്ക്ക് സുന്ദരിയാണ് മാഗിയെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. അത് കണ്ട ജാൻവിയുടെ മുഖം വാടി. അവൾക്ക് ഉള്ളിൽ സ്വയം ഒരു ഇൻസെക്യൂരിറ്റി തോന്നി. ജാൻവിയുടെ മുഖം മാറുന്നത് ആര്യൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, വാ ഇവിടെ ഇരിക്കി, നമുക്ക് കഴിക്കാം. മാഗി അവന്റെ മുമ്പിലായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. ആര്യൻ ജാൻവിയുടെ കൈ പിടിച്ച്
അവന്റെ അടുത്തുള്ള സീറ്റിലിരുത്തി. അവൾ ഇരുന്നതിന് ശേഷം അവൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ. മാഗി, ഇത് ജാൻവി. ഈ വർഷത്തെ ലോക ഫാഷൻ കോമ്പറ്റീഷനിൽ ട്രോഫി നേടിയ ആളാണ്. ജാൻവി, ഇത് മാഗി ഫെർണാണ്ടസ്, ഞങ്ങളുടെ പുതിയ ക്ലാസ്മേറ്റ്. ജാൻവി ഒരു മര്യാദയുടെ പുറത്ത് മാഗിയുടെ നേരെ കൈനീട്ടി. പക്ഷേ മാഗി തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. അവൾ വെറുതെ തല കുലുക്കുക മാത്രം ചെയ്തുകൊണ്ട് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ട ജാൻവിക്ക് വളരെ വിചിത്രമായി തോന്നി. അവൾ ചമ്മലോടെ കൈ പിൻവലിച്ചു. മാഗിയുടെ തണുത്ത പെരുമാറ്റം കണ്ട ജാൻവിക്ക് വീണ്ടും വിഷമം തോന്നി. അവൾ ആലോചിച്ചു, ചിലപ്പോ ഇവൾക്ക് ആര്യനെ ഇഷ്ടമാവും, അതുകൊണ്ടാവും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ജാൻവിയുടെ മനസ്സിൽ മാഗിയെക്കുറിച്ച് പലവിധ ചിന്തകൾ മാറി മറിഞ്ഞു. ഇവളെ കാണാൻ എന്ത് സുന്ദരിയാണ്. ഇനി ആര്യൻ എന്നെ ഉപേക്ഷിച്ച് ഇവളെ സ്നേഹിക്കൂ? ഒരു നിമിഷം കൊണ്ട് അവൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടി. അവളുടെ മുഖത്തെ ഭാവമാറ്റം കണ്ട് ആര്യന് ചിരിയാണ് വന്നത്. മാഗിയുടെ ഈ പെരുമാറ്റം ജാൻവിയെ വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നവന് തോന്നി. പക്ഷേ അവൾ അങ്ങനെ പെരുമാറുന്നത് അവളുടെ ജോലിയുടെ ഭാഗമാണെന്ന് ആര്യൻ അറിയാമായിരുന്നു. ആര്യൻ ഇതിനകം തന്നെ മാഗിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മാഗിയുടെ കുടുംബം 3 തലമുറകളായി ആര്യന്റെ കുടുംബത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ കുട്ടികളെ ഇതിനെല്ലാം അവർ ട്രെയിൻ ചെയ്യിച്ചെടുക്കും. അതുപോലെ ഒരു കുടുംബത്തിന് ജനിച്ച ഒരുപാട് കമാൻഡോ ട്രെയിനിങ്ങുകളിലൂടെ കടന്നുപോയൊരു പെൺകുട്ടി ഇത്രയും സ്ട്രോങ് ആയി ബിഹേവ് ചെയ്തില്ലെങ്കിലാണ് അത്ഭുതം. ഇവർക്ക് യാതൊരു ഇമോഷനുകളും ഉണ്ടാവില്ല. തന്റെ ജീവൻ കളഞ്ഞും തന്റെ മാസ്റ്ററെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് അവരുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ടാണ് മാഗി ഇങ്ങനെ പെരുമാറുന്നത്. അവളുടെ ലോകത്ത് ആര്യന്റെ സുരക്ഷയല്ലാതെ മറ്റൊന്നുമില്ല. ജാൻവി എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് കണ്ട ആര്യൻ അവളുടെ ചെവിയിൽ പറഞ്ഞു, ജാൻവി, സത്യത്തിൽ മാഗി എന്റെ ബോഡി ഗാർഡാണ്. എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്റെ കുടുംബം അപ്പോയിന്റ് ചെയ്തതാണ് ഇവളെ. അതുകൊണ്ട് മോൾ ഒരുപാടങ്ങ് ആലോചിച്ച് വിഷമിക്കണ്ട. ഇത് കേട്ട ജാൻവി അത്ഭുതത്തോടെ ആര്യനെ നോക്കി. പിന്നെ വീണ്ടും മാഗിയെയും ആര്യനെയും മാറി മാറി നോക്കിക്കൊണ്ട് അവൾ ആര്യനോട് പിന്നെയും ചോദിച്ചു, ശരിക്കും? ആര്യൻ പറഞ്ഞു, അതേടോ, പക്ഷേ ഇത് ആർക്കും അറിയില്ല. അത്രയും രഹസ്യമായ സംഗതിയാണ്. അതുകൊണ്ട് നീയും ആരോടും പറയാൻ പാടില്ല. ജാൻവി തല കുലുക്കിക്കൊണ്ട് സമ്മതിച്ചു. ശേഷം അവൾ മാഗിയെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ചിന്തിച്ചു, ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി ആര്യന്റെ ബോഡി ഗാർഡോ? പക്ഷേ അതേസമയം ആര്യൻ മറ്റാരോടും പറയാത്തൊരു കാര്യം അവളോട് മാത്രം പറഞ്ഞത് ആലോചിച്ചപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. തങ്ങൾക്കിടയിൽ യാതൊരു തെറ്റിദ്ധാരണയും ഉണ്ടാവാതിരിക്കാനായിരിക്കില്ലേ ആര്യൻ ഇതെല്ലാം തന്നോട് പറഞ്ഞത്. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. താൻ ആര്യന് അത്രയും വേണ്ടപ്പെട്ട ആളാണെന്ന തോന്നൽ അവളുടെ ഉള്ളിലുണ്ടായി. അപ്പോൾ കുറച്ചു മാറി അവന്റെ ക്ലാസ്സിലെ 2 പേർ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നോക്കടാ, അവന്റെ ഭാഗ്യം. 2 സുന്ദരികളാണ് അവന്റെ കൂടെ ഇരിക്കുന്നത്. അത് കേട്ട മറ്റൊരുത്തൻ പറഞ്ഞു, ഇതെന്താ ഈ കോളേജിലെ സുന്ദരികളെല്ലാം അവന്റെ പിന്നാലെ? എന്നിട്ട് അവൻ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നുകൂടിയില്ലല്ലോ. ആ, ഇത് ഇവന്റെ കാലമല്ലേ? അതെ, ഇവൻ ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആര്യൻ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ഒരു ഭാഗത്ത് ജാൻവി ഇരിക്കുന്നുണ്ട്, മാഗി നേരെ മുമ്പിലും. പെട്ടെന്ന് അവിടെ ഒരു ബഹളം കേട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതിന് മുൻപ് പൂജ അങ്ങോട്ടേക്ക് വന്നു. ആര്യന്റെ ഒരു ഭാഗത്തിരുന്നു. പെട്ടെന്ന് പൂജയെ അവിടെ കണ്ട ജാൻവി അത്ഭുതപ്പെട്ടു. പൂജ തന്റെ ഫ്രണ്ടായിട്ടും എന്തുകൊണ്ടാണ് തന്നെ ശ്രദ്ധിക്കാതെ ആര്യന്റെ അടുത്ത് പോയി അവൾ ഇരുന്നത് എന്നാണ് ജാൻവി ആലോചിച്ചത്. ജാൻവിക്ക് അവളുടെ ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടമായില്ല. ആര്യനും ഇതെല്ലാം വളരെ വിചിത്രമായി തോന്നി. ജാൻവിയും പൂജയും നല്ല ഫ്രണ്ട്സാണെന്ന് അവനും അറിയാമായിരുന്നു. പിന്നെന്താ ഇവൾ ഇങ്ങനെ പെരുമാറുന്നത്? പെട്ടെന്ന് ആ അന്തരീക്ഷം ആകെ മാറി. പൂജ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആര്യന്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ആര്യന്റെ മേൽ തന്റെ അധികാരം കാണിക്കാൻ വേണ്ടി ജാൻവി അവളുടെ പ്ലേറ്റിൽ നിന്നും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് ആര്യന്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇത്രയും കഴിക്കാൻ വയ്യ,
കുറച്ച് നീ കഴിക്കേ. അത് കണ്ട പൂജ അവളുടെ പ്ലേറ്റിൽ നിന്നും ഒരു ബർഗർ എടുത്ത് അവന്റെ പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, കഴിക്കേ. ആര്യൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ രണ്ടുപേരെയും പിന്നെ പ്ലേറ്റിലേക്കും മാറി മാറി നോക്കി. അവന്റെ പ്ലേറ്റിൽ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ഭക്ഷണമുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും അതും കൂടെ ഇട്ടപ്പോൾ അവൻ നിസ്സഹായതയോടെ നിന്നു. പെട്ടെന്ന് ഇതെല്ലാം കണ്ടു നിന്ന മാഗി ആര്യന്റെ പ്ലേറ്റ് അവളുടെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, ഇത് ഞാൻ കഴിക്കാം. അവൾ രണ്ടുപേരുടെയും റിയാക്ഷൻ ശ്രദ്ധിക്കാതെ അത് കഴിക്കാൻ തുടങ്ങി. അത് കണ്ട ജാൻവി അന്തം വിട്ട് വാ തുറന്നു നിന്നു. പൂജയും അവളെ തന്നെ നോക്കി ഷോക്കായി നിന്നു. ആര്യന് അത് കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. കുറച്ചു മാറി അവന്റെ സുഹൃത്തുക്കളും ഇത് കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത് കാരണം ആ ക്യാൻറ്റീൻ ഒന്നാകെ ഫൺ മൂഡിലേക്ക് മാറി. ആ മൂന്ന് സുന്ദരികളുടെ ഇടയിൽ ആര്യൻ കുടുങ്ങി നിൽക്കുന്ന കാഴ്ച കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കോളേജ് മുഴുവൻ വൈറലാവുമെന്ന് ആര്യന് ഉറപ്പായിരുന്നു. കോളേജ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാൻ ഒരു കഥയായി. പൂജ അതുവരെ മാഗിയെ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൾ മാഗിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അവളുടെ സൗന്ദര്യം മാത്രമായിരുന്നില്ല, അവളുടെ ഓരോ ആക്ഷനും പൂജയ്ക്ക് എന്തോ പ്രത്യേകത തോന്നി. ആര്യനോട് ഇത്ര അടുപ്പം കാണിക്കാൻ മാത്രം എന്ത് ബന്ധമാണ് ഇവൾക്ക് അവനോടുള്ളത് എന്നാണ് പൂജ ആലോചിച്ചത്. അതുമാത്രവുമല്ല, NSSന്റെ ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ കോളേജിലെ ഒട്ടുമിക്ക സ്റ്റുഡൻസിന്റെയും റെക്കോർഡുകൾ അവളുടെ കയ്യിലുണ്ട്. എന്നാൽ അവൾ ആദ്യമായിട്ടാണ് മാഗിയെ കാണുന്നത്. അവൾ ആര്യനോട് ചോദിച്ചു, ഇതാരാ? ഇവളെ ഞാൻ മുമ്പൊന്നും കോളേജിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആര്യൻ മാഗിയെ പൂജയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പൂജ, ഇത് മാഗി ഫെർണാണ്ടസ്. ഇവൾ ഇന്നാണ് കോളേജിൽ ചേർന്നത്. എന്റെ ക്ലാസ്മേറ്റ് ആണ്. മാഗി, ഇത് പൂജ. ഇവളാണ് കോളേജിലെ NSS കോർഡിനേറ്റർ. നേരത്തെ ജാൻവി ചെയ്തതുപോലെ പൂജയും മാഗിയുടെ നേരെ കൈനീട്ടി. എന്നാൽ അപ്പോഴും മാഗി ഒന്നും പ്രതികരിച്ചില്ല. പൂജയ്ക്കാകെ ഇൻസൾട്ട് ആയ പോലെ തോന്നി. അവൾ ആര്യനോട് മെല്ലെ പറഞ്ഞു, ഇവളെന്താ ഇത്ര അഹങ്കാരം കാണിക്കുന്നത്? വലിയ സൗന്ദര്യറാണിയാണെന്ന വിചാരം. എന്നാൽ ആര്യൻ മാഗിയെ സംരക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇവളിന്ന് ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ. പൊതുവെ കുറച്ച് നാണക്കാരിയാണ്, അതിന്റെയാണ്. പൂജ ആര്യനെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചു, ആഹാ, ഒറ്റ ദിവസം കൊണ്ട് ഇവളുടെ സ്വഭാവം എല്ലാം പഠിച്ചല്ലോ. നാണം കൊണ്ടാണത്രേ, അല്ലാതെ പെരുമാറാൻ അറിയാഞ്ഞിട്ടല്ല. ശേഷം അവൾ ജാൻവിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, പിന്നെ ജാൻവി, ഞങ്ങൾ തെക്കൻ കാടുകളിൽ ഒരു 3 ദിവസത്തെ ക്യാമ്പ് വെക്കുന്നുണ്ട്. നീ പോരുന്നോ? ഇത് ചോദിക്കാൻ വേണ്ടി ഞാൻ നിന്നെ ഒരുപാട് തെരഞ്ഞു. അപ്പോഴാണ് നീ ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. അതാ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നേ. ഇത് കേട്ട ജാൻവിയുടെ ദേഷ്യമെല്ലാം അലിഞ്ഞില്ലാതായി. ആദ്യം അവൾ വിചാരിച്ചത് പൂജ ആര്യനെ ആകർഷിക്കാൻ വേണ്ടിയാണ് അവന്റെ അടുത്ത് പോയി ഇരുന്നത് എന്നാണ്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പെരുമാറിയത്. ജാൻവി ആര്യനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നീ പോകുന്നുണ്ടോ? ആര്യൻ അതെ എന്ന് തല കുലുക്കി. അപ്പോൾ ജാൻവി പൂജയോട് പറഞ്ഞു, എന്നാ ഞാനുണ്ട്. പൂജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സൂപ്പർ, നമുക്ക് പൊളിക്കാം. ജാൻവിയുടെയും പൂജയുടെയും ഇടയിലുണ്ടായിരുന്ന ടെൻഷനുകളെല്ലാം അപ്പോൾ തന്നെ ഇല്ലാതായി. അപ്പോൾ ആ ടേബിളിൽ ഒരു സൗഹൃദ അന്തരീക്ഷം വന്നു. താൻ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടിയതാണെന്ന് ജാൻവിക്ക് മനസ്സിലായി. പൂജ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടി മാത്രം വന്നതായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്നും എഴുന്നേറ്റു. ശേഷം ജാൻവി ആര്യനോട് പറഞ്ഞു, എക്സാം ആണ് വരാൻ പോകുന്നത്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എന്ത് വന്നാലും അതിലുഴപ്പാൻ പാടില്ല. ഇപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാണ്. ജാൻവിയും പൂജയും ചിരിച്ചുകൊണ്ട് കൈ കോർത്തു പിടിച്ച് അവിടെ നിന്നും പോയി. ആര്യൻ ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു, ഈ പെൺകുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. 2 മിനിറ്റ് മുമ്പാണ് രണ്ടും കൂടെ അടിയുണ്ടാക്കാൻ നിന്ന പോലെ അവിടെ ഇരുന്നത്. എന്നിട്ട് ഇപ്പൊ പോകുന്ന പോക്ക് കണ്ടില്ലേ? അത്ഭുതം തന്നെ. ശേഷം അവനും അവിടെ നിന്നും എഴുന്നേറ്റ് ഹോസ്റ്റലിലേക്ക് നടന്നു. മാഗി അപ്പോഴും അവന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഹോസ്റ്റലിലേക്ക് കടന്നതും അവളും കൂടെ കടന്നു. അത് കണ്ട് ആര്യൻ അത്ഭുതത്തോടെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഏയ്, നീ എവിടേക്കാ? ഇത് ബോയ്സ് ഹോസ്റ്റലാണ്, നിനക്ക് എവിടേക്ക് കടക്കാൻ പാടില്ല.
അത് കേട്ട മാഗി പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിട്ട് പോവാൻ പറ്റില്ല, എന്റെ ഡ്യൂട്ടിയാണത്. ആര്യൻ അസ്വസ്ഥതയോടെ പറഞ്ഞു, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തർക്കിക്കാൻ വരരുത്. ഞാൻ എങ്ങനെ ഇവിടെയുള്ളവരോട് ഒരു പെൺകുട്ടിയും എന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടാവും എന്ന് പറയുക? ഞാൻ രാത്രി എവിടെയും പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അഥവാ ഞാൻ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ആദ്യം നിന്നെ അറിയിച്ചോളാം. തൽക്കാലം നീ ഇപ്പൊ പോയി റെസ്റ്റ് എടുക്ക്. ഇത്തവണ മാഗി തർക്കിക്കാൻ നിൽക്കാതെ തല കുലുക്കി സമ്മതിച്ചു. എങ്കിലും ആര്യനകത്തേക്ക് പോകുന്നത് വരെ അവൾ അവിടെ തന്നെ നിന്നു. കോളേജിന്റെ അകത്ത് ആര്യനൊന്നും സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും വിശ്വനാഥൻ ചെയ്തിരുന്നു. പക്ഷേ പുറത്ത് മറ്റു ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജില്ലാ ജയിലിന് പുറത്ത് രാഹുൽ അവന്റെ കാറിൽ ആരെയോ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജയിലിന്റെ ആ വലിയ ഗേറ്റിന്റെ ചെറിയൊരു ഭാഗം തുറക്കപ്പെട്ടു. അർജുൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. അവന്റെ കോലം ആകെ മാറിയിരുന്നു. താടിയും മുടിയും എല്ലാം വളർന്ന് മുഖത്തൊക്കെ ആകെ ക്ഷീണം തോന്നിയിരുന്നു. പുറത്തിറങ്ങി ചുറ്റും നോക്കിയതും രാഹുൽ കാറുമായി അവിടെ കാത്തു നിൽക്കുന്നത് അർജുൻ കണ്ടു. രാഹുൽ അവന്റെ നേരെ കൈവീശി കാണിച്ചു. അർജുൻ രാഹുലിന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ? രാഹുൽ പറഞ്ഞു, ഞാനാണ് നിന്റെ ജാമ്യത്തിന് വേണ്ടി അറേഞ്ച് ചെയ്തത്. അർജുൻ അത്ഭുതത്തോടെ ചോദിച്ചു, നീയോ? എന്റെ ജാമ്യം നീ? രാഹുൽ പറഞ്ഞു, അതെ, ഞാൻ തന്നെ. നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? വാ, ഒന്ന് കാറിൽ കയറി, ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. അർജുൻ കാറിൽ കയറിയതും രാഹുൽ കാർ എടുത്തു. അർജുൻ എപ്പോഴും അത്ഭുതം മാറിയിരുന്നില്ല. എല്ലാ രാഷ്ട്രീയ സ്വാധീനങ്ങളും പരാജയപ്പെട്ട് ആരും സഹായിക്കാനില്ലാതെ നിന്നപ്പോൾ ഇവൻ എങ്ങനെ തന്നെ ജാമ്യത്തിലിറക്കി? അതിനേക്കാൾ വലിയ ചോദ്യം, ഇവൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നായിരുന്നു. അർജുൻ രാഹുലിനോട് ചോദിച്ചു, രാഹുൽ, നീ എങ്ങനെ ഇത് സാധിച്ചെടുത്തു? ആര്യന്റെ കുടുംബത്തിനെതിരെ ഒന്നും ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല. പിന്നെ നീ എന്തിനാണ് ഇത്ര വലിയൊരു റിസ്ക് എടുത്തത്? രാഹുൽ അർജുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഫ്രണ്ടിനെ ജയിലിൽ വിട്ടിട്ട് ഞാൻ ഇവിടെ സന്തോഷത്തോടെ നിൽക്കണോ? എന്റെ പണമെല്ലാം ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. പിന്നെ തെളിവുകൾ ഉണ്ടാക്കാനായി ഞാൻ എന്റെ മാക്സിമം ശ്രമിച്ചു. നിനക്ക് നിന്റെ അച്ഛന്റെ ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ലെന്നും അതിൽ നടക്കുന്നതൊന്നും നിനക്കറിയില്ലെന്നും തെളിയിക്കാനുള്ള തെളിവുകൾ ഞാൻ ബന്ധപ്പെട്ടവരെ കൊണ്ടുണ്ടാക്കിച്ചു. ഇതെല്ലാം ഞാൻ അത്രയും സ്വകാര്യമായാണ് ചെയ്തത്. കാരണം ആര്യൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയ പിന്നെ അവൻ വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം. ഇതിനു വേണ്ടി എത്ര പണം മുഴുക്കിയെന്നും എത്ര കണക്ഷനുകൾ ഉപയോഗിച്ചെന്നും എനിക്ക് മാത്രമേ അറിയൂ. അർജുൻ അതെല്ലാം അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ രാഹുൽ ഇതെല്ലാം എന്തിനാണ് ചെയ്തതെന്ന് അർജുൻ അപ്പോഴും മനസ്സിലായില്ല. രാഹുൽ, നിന്നോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം വെറും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മാത്രം ചെയ്തതാണെന്ന് നീ പറഞ്ഞ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് കാര്യമെന്ന് വ്യക്തമായി പറ. രാഹുൽ അർജുനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്താ, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലാന്നുണ്ടോ? ഇത്തവണ അർജുൻ വീണ്ടും അസ്വസ്ഥതയോടെ ചോദിച്ചു. കമ്മോൺ, ഇനിയെങ്കിലും കാര്യം പറ. എനിക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുക്കാൻ മാത്രം വലിയ ഫ്രണ്ട്സ് അല്ല നമ്മളെന്ന് എനിക്ക് നിനക്ക് നന്നായി അറിയാം. ആര്യന്റെ ശത്രുക്കളായതുകൊണ്ടാണ് നമ്മൾ ഇത്ര സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ രാഹുൽ പറഞ്ഞു, അത് തന്നെ, അതാണ് പോയിന്റ്. നമ്മൾ രണ്ടുപേരും ആര്യന്റെ ശത്രുക്കളാണ്. എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം. അതിന് എനിക്ക് നിന്റെ സഹായം വേണം. അർജുൻ ചോദിച്ചു. അതിന് ഇപ്പൊ എന്നെ കൊണ്ട് എന്തുപകാരം? എന്റെ കയ്യിൽ പണമില്ല, പവറില്ല, ഒന്നുമില്ല. ആ ആര്യൻ എന്നിൽ നിന്നും എല്ലാം തട്ടിയെടുത്തു. ഞാൻ ഉണ്ടാക്കിയെടുത്തതെല്ലാം അവൻ ഇല്ലാതാക്കി. ഇനി ഞാൻ എന്താണ് ചെയ്യുക? അത് കേട്ട രാഹുൽ അവനോട് പറഞ്ഞു, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നിനക്ക് ചെയ്യാനാവും. നിനക്ക് മാത്രമേ അത് പറ്റൂ. രാഹുൽ പൈശാചികമായൊരു ചിരിയോടെ അർജുനെ നോക്കി. അർജുന് ഒന്നും മനസ്സിലായില്ല. അവന് മാത്രം ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണ് രാഹുൽ പറയാൻ പോകുന്നത്? എന്താണ് അവന്റെ പ്ലാൻ? അധ്യായം 32. രാഹുൽ അർജുനെ ജാമ്യത്തിലിറക്കി ജില്ലാ ജയിലിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്.
രാഹുൽ പറഞ്ഞത് ഫ്രണ്ടായതുകൊണ്ടാണ് ജാമ്യത്തിൽ ഇറക്കിയത് എന്നാണെങ്കിൽ പോലും അർജുന് അതൊട്ടും വിശ്വാസമായില്ല. ഇത്ര റിസ്ക് എടുത്ത് ജാമ്യത്തിൽ ഇറക്കാൻ തക്ക ബന്ധമൊന്നും അവർ തമ്മിലില്ലെന്ന് അർജുൻ അറിയാമായിരുന്നു. രാഹുലിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അർജുൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആര്യനാണ് ലക്ഷ്യം എന്ന് കേട്ടതും അർജുൻ പറഞ്ഞു, ആര്യനോട് എനിക്കും നല്ല ശത്രുതയുണ്ടെന്നൊക്കെ ശരിയാണ്. പക്ഷേ ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യാന്? എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് നിനക്കെന്താണ് അവനോട് ഇത്ര ശത്രുത എന്നതാണ്. നീയും അവനും തമ്മിൽ അന്നൊരു പെണ്ണിന്റെ പേരിൽ അടികൂടിയ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞ എന്നോട് ഈ ചെയ്ത പോലെ നിന്നോടും അവൻ ചെയ്യുമെന്ന പേടി നിനക്കൊട്ടുമില്ലേ? ഇത് കേട്ട രാഹുൽ അർജുനെ നോക്കി പറഞ്ഞു, അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നവും ഒരു പെണ്ണിന്റെ പേരിലല്ലേ? ഇത് കേവലം ഒരു പെൺവിഷയമല്ല. കോളേജിലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് അവൻ എന്നെ ഇൻസൾട്ട് ചെയ്തത്. അന്ന് മാത്രമല്ല, പിന്നീട് പല തവണ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും അത് മറക്കില്ല. ആര്യനോട് പ്രതികാരം ചെയ്യാതെ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. പക്ഷേ അതിനെനിക്ക് നിന്റെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ അർജുൻ ചോദിച്ചു, നീ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി പറ. എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? രാഹുൽ വിശദീകരിച്ചു, എന്നെ പോലെ തന്നെ നിനക്കും ആര്യനോട് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ. കാരണം അവൻ നിന്നെ മുഴുവനായി നശിപ്പിച്ചു. നിനക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇനി നിന്റെ മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയാം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് തരുന്ന ഓഫർ സ്വീകരിക്കാം. അത് പറയുമ്പോഴുള്ള രാഹുലിന്റെ ആത്മവിശ്വാസം കണ്ട് അർജുന് അത്ഭുതം തോന്നി. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ അവനെ ചുറ്റിപ്പറ്റി എല്ലാം അനുസരിച്ചുകൊണ്ട് നിന്ന ഒരുത്തനാണ് ഇപ്പോൾ ഇങ്ങനെ കമാൻഡിങ് രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷേ ഈ അവസ്ഥയിൽ അവനെ കേൾക്കുക എന്നതല്ലാതെ അർജുന്റെ മുമ്പിൽ മറ്റു വഴികളില്ലായിരുന്നു. അവൻ രാഹുലിനോട് ചോദിച്ചു, പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാഹുൽ ഒരൊറ്റ വാക്കിൽ മറുപടി കൊടുത്തു, കൊലപാതകം. ഇത് കേട്ട അർജുൻ ഞെട്ടിപ്പോയി. അവൻ ജീവിതത്തിൽ പല വേണ്ടാത്തരങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ കൊലപാതകം എന്നത് അവനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. അർജുൻ വിറച്ചുകൊണ്ട് ചോദിച്ചു, കൊലപാതകമോ? ഞാൻ ആരിനെ കൊല്ലണമെന്നാണോ നീ പറയുന്നത്? നിനക്കെന്താ ഭ്രാന്താണോ? അവനെ കൊല്ലുന്നത് കുട്ടിക്കളിയാണെന്നാണോ നിന്റെ വിചാരം? രാഹുൽ വളരെ ശാന്തമായി പറഞ്ഞു, ഇതൊരിക്കലും ഒരു കുട്ടിക്കളിയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ജയിലിൽ നിന്നും ഇറക്കിയത്. കാരണം നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞ ആര്യൻ എങ്ങനെയെങ്കിലും നിന്നെ വീണ്ടും അകത്താക്കാൻ നോക്കും. ഒരുപാട് കാലമൊന്നും നിന്നെ ജാമ്യത്തിൽ പുറത്തു നിർത്താൻ എനിക്കും ആവില്ല. അതുകൊണ്ട് അവനെ കൊല്ലുക എന്നത് മാത്രമാണ് ഏക വഴി. അതിനു പകരമായി ഞാൻ നിനക്ക് 10 കോടി രൂപ തരാം. ആ പണം ഉപയോഗിച്ച് നിനക്ക് ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ പോയി സുഖമായി ജീവിക്കാം. ഇനി എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ജയിലിൽ തന്നെ കഴിയണോ അതോ ജീവിതകാലം മുഴുവൻ ആർഭാടത്തോടെ ജീവിക്കണോ? രാഹുൽ പറഞ്ഞു തീർത്തതും കാറിന്റെ ഉള്ളിൽ പൂർണ്ണ നിശബ്ദത പടർന്നു. അർജുൻ കുറച്ചു സമയം ഒന്നും മിണ്ടിയില്ല. കാർ അപ്പോഴും ഹൈവേയിലൂടെ മുന്നോട്ട് യാത്ര തുടർന്നു. രാഹുലിന്റെ ഈ പ്രപ്പോസൽ സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് അർജുൻ അറിയാമായിരുന്നു. അതുമാത്രമല്ല, അങ്ങനെ പോയാലും അവന്റെ കയ്യിലൊന്നും ബാക്കിയില്ല. എവിടേക്ക് പോവാനാ ഇനി? ഇത് ചെയ്തില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ തെരുവിൽ ഭിക്ഷക്കാരനെ പോലെ അലയേണ്ടി വരും. ഇങ്ങനെയെല്ലാം ആലോചിച്ചതിന് ശേഷം അർജുൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ചെയ്യാം, എനിക്ക് സമ്മതമാണ്. അർജുൻ അവസാനം ഇതിന് സമ്മതിക്കുമെന്ന് രാഹുലിന് ഉറപ്പുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നീ നോ പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നീയല്ലാതെ മറ്റൊരാൾക്ക് ഇത് ചെയ്യാനാവും എന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പോലും അതിനുള്ള ഗട്ട്സില്ല. ആര്യൻ മരിച്ചാ പിന്നെ നിനക്ക് നിന്റെ സാമ്രാജ്യം വീണ്ടും കെട്ടിപ്പടുക്കാനാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. രാഹുൽ അർജുനെ ഓരോന്ന് പറഞ്ഞ് വീഴ്ത്തിക്കൊണ്ടിരുന്നു. അർജുൻ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാതെ ഇരിക്കാനായിരുന്നു അത്. അപ്പോൾ അർജുൻ രാഹുലിനോട് ചോദിച്ചു, നമ്മൾ എങ്ങനെയാണിത് പ്ലാൻ ചെയ്യാൻ പോകുന്നത്? നിനക്കെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓഫ് കോഴ്സ്, കംപ്ലീറ്റ് പ്ലാൻ എന്റെ കയ്യിലുണ്ട്. നാളെ കഴിഞ്ഞ കോളേജിൽ നിന്നും തെക്കൻ കാടുകളിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അവിടുത്തെ കൊടും കാടുകളുടെ ഭീകരത
എത്രയാണെന്ന് അറിയുന്നതല്ലേ. അവിടെ വെച്ച ഒരാളെ കൊന്ന് ബോഡി കുടിച്ചിട്ടാ പിന്നെ ദൈവത്തിന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ആര്യനും ജാൻവിയും അടക്കം ഒരുപാട് പേര് ഈ ട്രിപ്പ് പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആരും അറിയില്ല. അർജുൻ കുറച്ചു സമയം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ശരി, സമ്മതം. പക്ഷേ ഒരു കാര്യം കൂടെ. രാഹുൽ അത്ഭുതത്തോടെ ചോദിച്ചു. എന്ത്? അർജുൻ പറഞ്ഞു, ആര്യനെ ഞാൻ കൊല്ലാം, പക്ഷേ ആ ജാൻവിയെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല. അവള് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അവളില്ലായിരുന്നെങ്കിൽ എനിക്ക് ആര്യനുമായി വെറുതെ പ്രശ്നത്തിന് പോകേണ്ടിയില്ലായിരുന്നു. അർജുൻ ഇത് പറഞ്ഞതും രാഹുൽ കുറച്ചു സമയം ഒന്ന് ആലോചിച്ചു. ആര്യനെ കൊല്ലുന്ന സമയത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണമെന്നാണ് രാഹുലിന്റെ മനസ്സിൽ. ഒരേ സമയം രണ്ടുപേരെ കൊല്ലുകയാണെങ്കിൽ അതിലൊരുപാട് റിസ്കുകളുണ്ട്. പക്ഷേ അർജുൻ പറഞ്ഞത് നിരസിക്കാൻ നിന്നാൽ ചിലപ്പോൾ ആര്യനെ കൊല്ലാൻ അവൻ മടിച്ചേക്കും. ഇങ്ങനെയെല്ലാം ചിന്തിച്ചതിന് ശേഷം രാഹുൽ ചോദിച്ചു, അവളെ കൂടെ കൊല്ലണം എന്നാണോ നീ പറയുന്നത്? നോ, അതല്ല. അവളെ കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. മരണം അവൾ സ്വയം തിരഞ്ഞെടുക്കുന്ന രീതിയിൽ അവളെ എനിക്ക് എന്റെ കളിപ്പാവയാക്കി മാറ്റണം. ഇത് കേട്ട രാഹുൽ ചിരിച്ചു. ഓക്കെ, നീ തയ്യാറായി നിന്നോ. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അവസാനം ആ ട്രിപ്പിന്റെ ദിവസം വന്നെത്തി. ഏകദേശം 500ഓളം സ്റ്റുഡൻസ് ട്രിപ്പിന് പോകുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ആദ്യം സ്പോൺസർഷിപ്പ് റെഡിയാവാത്തത് കൊണ്ട് പൂജ വളരെ ചെറിയ രീതിയിലായിരുന്നു ക്യാമ്പ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് ആര്യൻ അതെല്ലാം ശരിയാക്കി കൊടുത്തപ്പോൾ അവൾ പരിപാടി ഒന്നുകൂടെ വിപുലമാക്കി. പോകാനുള്ള ബസിന്റെ ചുറ്റും ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി നിന്നു. കുട്ടികളെപ്പോഴും ഹോസ്റ്റലിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മിക്ക പെൺകുട്ടികളും അടിപൊളിയായി ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ അവർ ക്യാമ്പസിൽ ധരിക്കാത്ത വിധത്തിൽ മോഡേണായാണ് അവർ വന്നത്. കോളേജ് ഗ്രൗണ്ടിൽ അന്ന് എന്തോ ഫാഷൻ പരേഡ് നടക്കുന്നത് പോലെ തോന്നിച്ചു. പലർക്കും ഇതുപോലുള്ള ട്രിപ്പുകൾ അവരുടെ പ്രണയം തുറന്നു പറയാനുള്ള അവസരം കൂടെയാണ്. അതിന്റെ ഒരു ആവേശവും പലരുടെയും മുഖത്തുണ്ടായിരുന്നു. പൂജ ഇൻചാർജ് ആയിട്ടുള്ള NSS ആണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. പൂജ മൈക്ക് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഹലോ എവരിവൺ, അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടും. ഇടയ്ക്കിടെ ഓരോ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഞാൻ പറയാം. പിന്നെ ഇതൊരു പരിസ്ഥിതി ബോധവൽക്കരണ യാത്രയാണ് എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് മദ്യം ഒരിക്കലും ഇതിൽ പാടില്ല. ആളുകൾക്കിടയിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് വെറും ഒരു പിക്നിക് അല്ല. എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ട്രിപ്പിന്റെ പരിപൂർണ വിജയത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം. എല്ലാവരും പൂജയെ പിന്തുണച്ചുകൊണ്ട് കൈയടിച്ചു. അപ്പോൾ അവൾ തുടർന്നു, ഈ ഒരു അവസരത്തിൽ എനിക്ക് സ്റ്റാർ മൂൺ റിസോർട്ടിനോട് പ്രത്യേക നന്ദി പറയാനുണ്ട്. കാരണം അവർ ഈ ഇവന്റ് സ്പോൺസർ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ഇത്ര വലിയ രീതിയിൽ ഇത് നടത്താൻ സാധിക്കില്ലായിരുന്നു. നമ്മുടെ യാത്രാ ചെലവുകൾ മാത്രമല്ല, നമുക്കുള്ള ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം സ്റ്റാർ മൂൺ റിസോർട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇത് കേട്ടതും അവിടെ കൂടിയ എല്ലാവരും പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. അവർ തമ്മിൽ പറഞ്ഞു, സ്റ്റാർ മൂൺ റിസോർട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റിസോർട്ടല്ലേ? അവര് നമ്മുടെ ഈ ക്യാമ്പ് സ്പോൺസർ ചെയ്തെന്നോ? അപ്പോ മറ്റൊരാൾ പറഞ്ഞു, ഓ മൈ ഗോഡ്, അപ്പൊ നമുക്കൊക്കെ എന്തുതരം ഫുഡായിരിക്കും ലഭിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞു, അപ്പോൾ അവിടുത്തെ താമസ സൗകര്യങ്ങൾ എന്തായിരിക്കും? ടെന്റൊക്കെ സെറ്റപ്പ് ആയിരിക്കും. അവരൊരു കാര്യത്തിലും സ്റ്റാൻഡേർഡ് കുറയ്ക്കാത്തവരാണ്. ഇത്രയും ലക്ഷറിയായ ബസ് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു. പൂജ അത് പറഞ്ഞതും അവിടെ പലവിധ ശബ്ദങ്ങൾ ഉയർന്നു. ട്രിപ്പിന് പോകാൻ നിന്നവർ കൂടുതൽ ത്രില്ലിലായി. 1000ഓളം സ്റ്റുഡൻസ് പഠിക്കുന്ന ആ കോളേജിൽ 500 പേര് മാത്രമാണ് ഈ ട്രിപ്പിന് രജിസ്റ്റർ ചെയ്തത്. കാരണം മറ്റുള്ളവർക്കൊന്നും കാടുകളിൽ പോയി താമസിച്ച് പ്രകൃതിയെ അറിയുന്നതിലൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ഇതൊരു സാധാരണ പിക്നിക് ട്രിപ്പ് അല്ല എന്നത് മാത്രമല്ല, ചിലപ്പോൾ പൊരി വെയിലത്ത് പണിയെടുക്കേണ്ടി വരും. വെറുതെ വെക്കേഷന്റെ 3 ദിവസം അതിനുവേണ്ടി കളയാൻ പലരും തയ്യാറായില്ല. എന്നാൽ പൂജ ഇത് അനൗൺസ് ചെയ്തതും ഇവരെ യാത്ര അയക്കാൻ വന്ന രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസിന് നഷ്ടം തോന്നി. വന്നവരാണെങ്കിൽ ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ എൻ്റെ അനിയത്തെ കൂടെ കൂട്ടട്ടെ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവരട്ടെ, ഞാൻ എൻ്റെ റൂംമേറ്റിനെ കൂടെ കൂട്ടട്ടെ. പൂജ എന്ത് മറുപടി പറയണം എന്നറിയാതെ നിന്നുപോയി. കൂടുതൽ ആളുകൾ വന്നാൽ അത് ക്യാമ്പിന് ഗുണമാവുകയുള്ളൂ.
പക്ഷെ ഇപ്പോഴെല്ലാം ആര്യന്റെ കയ്യിലാണ്. അവൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിച്ചിരുന്നില്ല. അവൾ നിസ്സഹായതയോടെ ആര്യനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും വരട്ടെ, നമ്മൾ അവിടെ എത്തുന്നതിന് മുൻപേ എല്ലാം റെഡിയാക്കിയിരിക്കും. പൂജ വളരെ സന്തോഷത്തിലായി. അവൾ അനൗൺസ് ചെയ്തു, അടുത്ത അരമണിക്കൂറിനുള്ളിൽ വരാൻ പറ്റുന്നവരൊക്കെ വന്നോളൂ, നോ പ്രോബ്ലം. അതോടൊപ്പം മറ്റൊരു സന്തോഷവും എനിക്ക് അറിയിക്കാനുണ്ട്. സ്റ്റാർ മൂൺ റിസോർട്ട് ആരുടെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമോ? അത് നമ്മുടെ കോളേജിലെ സ്റ്റുഡൻറ്റും നമ്മുടെ ഫ്രണ്ടുമായ ആര്യന്റെയാണ്. ആര്യൻ സഹായിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഇവന്റ് ഇത്ര വിപുലമായി നടത്താൻ സാധിക്കില്ലായിരുന്നു. അത് കേട്ടതും അവിടെ നിശബ്ദമായി. ക്യാമ്പസിൽ ഒരു ബോംബ് വീണ പോലെയായിരുന്നു പൂജയുടെ ആ അനൗൺസ്മെന്റ്. പലർക്കും അത് വിശ്വസിക്കാനായില്ല. ആര്യൻ ലക്ഷറി കാറ് വാങ്ങിയതും അതിനുശേഷം ഫാഷൻ കോമ്പറ്റീഷനിൽ വെച്ച് നടന്നതുമെല്ലാം കാരണം അവൻ വളരെ റിച്ച് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. എങ്കിലും സ്റ്റാർ മൂൺ റിസോർട്ട് സ്വന്തമാക്കാൻ മാത്രം പണം അവന്റെ കയ്യിലുണ്ടെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ പൂജ ഇത് പറഞ്ഞത് കേട്ട് ആര്യന് ദേഷ്യമാണ് തോന്നിയത്. ഈ വിവരം ആരും അറിയാതിരിക്കാനായിരുന്നു അവൻ ആഗ്രഹിച്ചത്. അതിന് പിന്നിലെ അപകടം പൂജ ചിന്തിച്ചില്ല. ഇത് കേട്ട് ആര്യന്റെ ഫ്രണ്ട്സ് പ്രണവും ശരത്തും വിഷമത്തോടെ പറഞ്ഞു, നീയാണോ അപ്പൊ ഈ ട്രിപ്പെല്ലാം ഓർഗനൈസ് ചെയ്തത്? എന്നിട്ട് നീ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. നിന്നോട് ഈ ട്രിപ്പിന് ഞങ്ങളും വരട്ടേന്ന് ചോദിച്ചപ്പോ നീ പൂജയോട് ചോദിക്കാനല്ലേ പറഞ്ഞത്? നീയാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന് നീ പറഞ്ഞില്ലല്ലോ. ആര്യൻ ഒന്ന് ചിരിക്കുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവനെന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നലുണ്ടായി. അപ്പോഴേക്കും പൂജ എല്ലാവരോടും ടീമുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മിക്ക പെൺകുട്ടികളും ആര്യന്റെ ടീമിൽ ചേരാൻ തർക്കിച്ചു. ആര്യന് ഇതെല്ലാം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാതെയായി. പൂജയുടെ ഈ അനൗൺസ്മെന്റോട് കൂടെ ആ പരിപാടിയുടെ മെയിൻ അട്രാക്ഷൻ ആര്യനായി മാറി. അവന്റെ ഫ്രണ്ട്സിനെല്ലാം അവനോട് അസൂയ തോന്നി. അവൻ അവരോടെല്ലാം മറച്ചു വെക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തു. പൂജ രജിസ്ട്രേഷൻ എല്ലാം ക്ലോസ് ചെയ്ത് പോവാൻ തയ്യാറായി നിന്നു. അപ്പോൾ പെട്ടെന്ന് 10 ലക്ഷറി കാറുകൾ ക്യാമ്പസിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേർന്നു. ഇന്ത്യയിലെ തന്നെ ലിമിറ്റഡ് എഡിഷൻ കാറുകളായിരുന്നു അതെല്ലാം. എല്ലാവരും മന്ദമിട്ട് അത് നോക്കി നിന്നു. ആരായിരിക്കും ആ കാറുകളിൽ വന്നിറങ്ങുന്നത് എന്നാണ് എല്ലാവരും നോക്കിയത്. ആര്യനും അത് കണ്ട് അത്ഭുതപ്പെട്ടു. എന്നാൽ ആ കാറുകളെല്ലാം അവന്റെ അടുത്ത് ചെന്ന് നിന്നു. ഓരോ കാറിൽ നിന്നായി അതിസുന്ദരികളായ പെൺകുട്ടികൾ പുറത്തേക്കിറങ്ങി. അതിലൊരാൾ ആര്യന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഗുഡ് മോർണിംഗ് സാർ, ഞങ്ങളെ റിസോർട്ടിന്റെ CEO ഇങ്ങോട്ടേക്ക് അയച്ചതാണ്. സാറിന് ഈ ട്രിപ്പ് ഏറ്റവും കംഫർട്ടായി പോകാനാണ് ഈ കാറുകളെല്ലാം. അടുത്ത 3 ദിവസം ഞങ്ങൾ നിങ്ങളുടെ സർവീസിലുണ്ടാവും. ആര്യൻ ഇത് കേട്ട് ഞെട്ടിക്കൊണ്ട് അവരോട് തർക്കത്തോടെ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട. ആരാ അവരോട് എനിക്ക് വേണ്ടി കാറുകൾ അയക്കാൻ പറഞ്ഞത്? അത് കേട്ട ആ പെൺകുട്ടി വിനയത്തോടെ പറഞ്ഞു, സർ, ഈ കാറുകൾ സാറിന് വേണ്ടി മാത്രമല്ല, സാറിന്റെ ക്ലോസ് ഫ്രണ്ട്സിന് കൂടെയാണ്. അത് കേട്ടതും അവന്റെ ഫ്രണ്ട്സ് ആവേശത്തോടെ ചാടി കളിച്ചു. ആര്യൻ എന്തെങ്കിലും പറയും മുൻപേ അവരെല്ലാം കാറിൽ ചാടിക്കേറി. അവൻ അവരെ തടയാനായില്ല. ആര്യനാകെ കൺഫ്യൂഷനായി നിന്നപ്പോൾ അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അവൻ ഫോണെടുത്ത് നോക്കിയപ്പോൾ അത് വിശ്വനാഥൻ അങ്കിളിന്റെ മെസ്സേജ് ആയിരുന്നു. നീ ബസ്സിൽ പോകണ്ട, ആ കാറുകളിൽ പോയാൽ മതി. ഒരുപാട് ചോദ്യങ്ങൾ വേണ്ട. ആര്യന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല. അവനൊന്നും മിണ്ടാതെ ആ പെൺകുട്ടിയോട് കാറിൽ കയറാമെന്ന് സമ്മതിച്ചു. അപ്പോഴേക്കും എല്ലാവരും ബസ്സുകളിലും കാറുകളിലുമായി കയറിയിരുന്നു. കോളേജ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്ര ലക്ഷറി ട്രിപ്പ്. ആ ലക്ഷറി ബസ്സുകളും 10 ലിമിറ്റഡ് എഡിഷൻ കാറുകളും മുമ്പോട്ട് നീങ്ങിയപ്പോൾ ആ ക്യാമ്പസ് മൊത്തം അവർക്ക് വേണ്ടി കൈയടിച്ചു. ജാൻവി, പൂജ, നീരവ്, മാഗി എന്നിവർ ആര്യന്റെ കാറിലായിരുന്നു കയറിയത്. അതിന് പിന്നിലുള്ള കാറുകളിലായി ആര്യന്റെ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും എല്ലാവരും കയറി. അതേസമയം പുറത്ത് യൂണിവേഴ്സിറ്റി ഗേറ്റ് കടന്ന് ഒന്നിനു പിറകെ ഒന്നായി 20 സ്പോർട്സ് കാറുകളെത്തി. ആര്യന്റെ 10 ലക്ഷറി കാറുകൾ പോലെ തന്നെ വളരെ എക്സ്പെൻസീവായ കാറുകളായിരുന്നു അതും. അതിൽ ഫ്രണ്ട് കാറിൽ നിന്നും ഒരു ആൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി. അവന്റെ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാതിൽ ഡയമണ്ടിന്റെ കമ്മലിട്ടിട്ടുണ്ട്. കയ്യിലും കഴുത്തിലുമെല്ലാം ടാറ്റു പതിപ്പിച്ചവന്റെ ചുണ്ടിൽ സിഗരറ്റ് എരിയുന്നുണ്ട്. അവന്റെ പിന്നിൽ ഓരോ കാറുകളിൽ നിന്നായി പലരും പുറത്തേക്ക് ഇറങ്ങി. ചിലരുടെ കയ്യിൽ ബിയർ ബോട്ടിലുകളും ചിലരുടെ കയ്യിൽ സിഗരറ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം
വളരെ വലിയ പണക്കാരായി തോന്നിച്ചു. അപ്പോൾ അവരിൽ ഒരാൾ ചോദിച്ചു, കോളേജ് ബസ്സുകൾ ഇതിലൂടെ പാസ് ചെയ്യാൻ സമയമായോ? അപ്പോൾ മറ്റൊരുത്തൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി, അവരിതിലൂടെ തന്നെയാണ് പോകുന്നത്. സമയമായി, അവർ ഏത് നിമിഷവും എത്തിച്ചേരും. ആരാണിവർ? ശത്രുവോ അതോ മിത്രമോ?